ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ മൂന്നാമത്തെ യൂണിറ്റായ ക്ലൗഡ് 9ലെ ദ വേൾഡ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ, ചോദ്യോത്തരങ്ങൾ, ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ തന്നിരിക്കുന്നത് ദ വേൾഡ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞിട്ട് ഒരു കോട്ടിങ്സ് തന്നിട്ടുണ്ട്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ആണ്. അത് വായിച്ചു നോക്കാം. ഐ വേക്ക് അപ്പ് എവറി മോർണിംഗ് അറ്റ് 9 ആൻഡ് ഗ്രാബ് ഫോർ ദ മോർണിംഗ് പേപ്പർ. ദെൻ ഐ ലുക്ക് അറ്റ് ദ ഒബിച്വറി പേജ്. ഇഫ് മൈ നെയിം ഈസ് നോട്ട് ഓൺ ഇറ്റ് ഐ ഗെറ്റ് അപ്പ്. എന്താ പറയുന്നത്? അതിൻ്റെ മീനിങ് എന്താണ്? ഞാൻ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ഉണർന്ന് പത്രമെടുക്കും. പിന്നെ അതിൽ ആദ്യം നോക്കുന്നത് എന്താ? ചരമ പേജ് ഉണ്ടാവില്ലേ, അതായത് മരിച്ച ആളുകളുടെ പേജ്. അപ്പോൾ ആ ചരമ പേജ് നോക്കും. എൻ്റെ പേര് അതിലില്ലെങ്കിൽ ഞാൻ എഴുന്നേൽക്കും. ഇതാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറയുന്നത്. ഹ്യൂമറായിട്ടാണ്, തമാശ രൂപേണ പറയുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത അതിലേക്ക് പോകാം. അടുത്തത് ആർത്തർ കോണൻ ഡോയിലിൻ്റെ ആണ് നമുക്ക് വായിക്കാൻ പോകുന്നത്. ആർത്തർ കോണൻ ഡോയിൽ, ദ ഫേമസ് ഓതർ ഓഫ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്, വൺസ് വെന്റ് ടു പാരിസ്. ഹി ഹയർഡ് എ ക്യാബ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ ടു ഗോ ടു ദ ഹോട്ടൽ. വാട്ട് ഹോട്ടൽ വുഡ് യു ലൈക്ക് ടു ഗോ ടു, മിസ്റ്റർ കോണൻ ഡോയിൽ ആസ്ക്ഡ് ദ ക്യാബ്മാൻ. ദ റൈറ്റർ വാസ് ഗ്രേറ്റ്ലി സർപ്രൈസ്ഡ്. ഹൗ ഡു യു നോ മൈ നെയിം, ഹി ആസ്ക്ഡ്. വെൽ, ഇറ്റ്സ് സിമ്പിൾ, ദ ക്യാബ്മാൻ സെഡ്. ദ അതർ ഡേ ഐ റീഡ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ് that you would probably visit Paris this week. Then I noticed that your suit was made of good English tweed. Wonderful, said Conan Doyle. You are a born detective. Thank you, sir, the cabman replied. അപ്പോൾ എന്താ പറയണത് നോക്കാം. അപ്പോൾ ഡിറ്റക്റ്റീവ് കഥകൾ എല്ലാം എഴുതുന്ന ഒരാളാണ് ആർത്തർ കോണൻ ഡോയിൽ. അദ്ദേഹം ഒരിക്കൽ പാരീസിലേക്ക് പോയി. അവിടെ നിന്നൊരു ക്യാബ് ബുക്ക് ചെയ്ത് ക്യാബ് പിടിച്ചു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തിന് ഹോട്ടലിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ക്യാബിൽ കയറിയ ഉടനെ ക്യാബിൻ്റെ ഡ്രൈവർ ചോദിക്കുകയാണ്, ഏത് ഹോട്ടലിലേക്കാണ് പോകേണ്ടത് മിസ്റ്റർ കോണൻ ഡോയിൽ ചോദിക്കുകയാണ്. ആ ക്യാബ്മാൻ ഇദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചപ്പോൾ റൈറ്റർ സർപ്രൈസ്ഡായി. നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ പേര് അറിയാമെന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും, ഈ ക്യാബ്മാൻ പറയും, അത് സിമ്പിൾ അല്ലേ, നിങ്ങൾ വരുന്ന കാര്യം ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു എന്ന് പറയാണ്. ദെൻ ഐ നോട്ടീസ്ഡ് ദാറ്റ് യുവർ സൂട്ട് വാസ് മെയ്ഡ് ഓഫ് ഗുഡ് ഇംഗ്ലീഷ് ട്വീഡ്. പിന്നെന്താ പറയണത്? പിന്നെ ഞാൻ എന്ത് നോക്കി, നിങ്ങളുടെ സൂട്ട് നല്ല ഇംഗ്ലീഷ് ട്വീഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര് അങ്ങനെയൊക്കെയാണ് എനിക്ക് പിടികിട്ടിയെന്ന് പറയും. അപ്പോൾ കോണൻ ഡോയിൽ പറയും, വണ്ടർഫുൾ എന്നൊക്കെ പറയും. നിങ്ങളൊരു ഡിറ്റക്റ്റീവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പോൾ താങ്ക് യു സാർ എന്ന് ക്യാബ്മാൻ റിപ്ലൈ കൊടുക്കും. ബട്ട് ഐ എം നോട്ട് എക്സാക്ട്ലി ഗുഡ് അറ്റ് ഡിറ്റക്റ്റീവ്. പക്ഷെ എന്നിട്ട് ക്യാബ്മാൻ പറയും, ഞാൻ ശരിക്കും ഒരു ഡിറ്റക്റ്റീവ് ഒന്നും അല്ല. അപ്പോൾ കോണൻ ഡോയിൽ ചോദിക്കും, എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. യു സർ, യുവർ നെയിം ഇസ് റിട്ടൺ ഓൺ യുവർ ലഗേജ്. നിങ്ങളുടെ പേര് നിങ്ങളുടെ ലഗേജിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് കണ്ടതുകൊണ്ടാണ് നിങ്ങളെ കോണൻ ഡോയിലിനെ വിളിച്ചത്. അതാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ പത്രത്തിൽ വായിച്ചതോ വേറെ രീതിയിൽ അറിഞ്ഞതൊന്നും അല്ല. ലഗേജിൽ പേര് എഴുതിയിട്ടുണ്ട്, അങ്ങനെയാണ് അറിഞ്ഞത്. ഇനി നമുക്കിതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ദ ക്യാബ്മാൻ ഈസ് എ ഗുഡ് ഡിറ്റക്റ്റീവ്? വൈ? നിങ്ങൾ കരുതുന്നുണ്ടോ ഈ ക്യാബ്മാൻ ഒരു ഡിറ്റക്റ്റീവ് ആണെന്ന്? വൈ? ആൻസർ നോക്കാം. The cabman was not a good detective. He only identified Conan Doyle when he saw the name written on his luggage, even though he had also read about Conan Doyle's visit to Paris in the newspaper and noticed a suit made of good English tweed. അപ്പോൾ എങ്ങനെയാണ്? ഒരു ഗുഡ് ഡിറ്റക്റ്റീവ് ഒന്നും അല്ല. ആ പേര് ലഗേജിൽ എഴുതിയത് കണ്ടിട്ട് തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ആ പേര് വിളിച്ചത് കേട്ടോ. അടുത്തത് നമുക്ക് മാർക്ക് ട്വൈൻ്റെ വായിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. മാർക്ക് ട്വൈൻ ദ ഫേമസ് അമേരിക്കൻ റൈറ്ററാണ്. വാസ് ട്രാവലിംഗ് ഇൻ ഫ്രാൻസ്. അപ്പോൾ മാർക്ക് ട്വൈൻ എന്ന് പറയുന്ന ആരാണ്? ഒരു പ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരനാണ്. അദ്ദേഹം ഫ്രാൻസിൽ യാത്ര ചെയ്യുകയായിരുന്നു കേട്ടോ ഒരു ദിവസം. വൺസ് ഹി വാസ് ഗോയിങ് ബൈ ട്രെയിൻ ടു ഡിജോൺ. ഒരു ദിവസം ട്രെയിനിൽ ഡിജോണിലേക്ക് പോവാണ്.
ദാറ്റ് ആഫ്റ്റർനൂൺ ഹി വാസ് വെരി ടയേർഡ് ആൻഡ് വാണ്ടഡ് ടു സ്ലീപ്പ്. ആ വൈകുന്നേരം അദ്ദേഹം വളരെ ടയേർഡായിരുന്നു, ഉറങ്ങണമായിരുന്നു. ഹി ദെർഫോർ ആസ്ക്ഡ് ദ കണ്ടക്ടർ ടു വേക്ക് ഹിം അപ്പ് വെൻ ദേ റീച്ച്ഡ് ഡിജോൺ. അപ്പോൾ കണ്ടക്ടറിനോട് പറയും ഡിജോണിലെത്തി എന്നെ വിളിച്ചു വിടണം, ഞാൻ ഉറങ്ങാൻ പോവാണ് പറയും. ബട്ട് ഫസ്റ്റ് ഹി എക്സ്പ്ലെയിൻ ദാറ്റ് ഹി വാസ് വെരി ഹെവി സ്ലീപ്പർ. എന്നിട്ട് ആദ്യം പറയും ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോണ ആളാണ്, നല്ല ഡീപ്പായിട്ട് ഉറങ്ങുന്ന ഒരാളാണ്. ഐ വിൽ പ്രോബബ്ലി പ്രൊട്ടസ്റ്റ് ലൗഡ്ലി വെൻ യു ട്രൈ ടു വേക്ക് മീ അപ്പ്. പക്ഷേ എന്നെ ഉണർത്താൻ ശ്രമിച്ചാൽ ഞാൻ ദേഷ്യപ്പെടുകയും ചെയ്യും. ഹി സെഡ് ടു ദ കണ്ടക്ടർ. അങ്ങനെ കണ്ടക്ടറിനോട് പറയും പക്ഷേ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ എന്നെ എണീപ്പിച്ച് വിടണമെന്നും പറയും. ബട്ട് ടു ഡു നോട്ട് ടേക്ക് എനി നോട്ടീസ്, ജസ്റ്റ് പുട്ട് മീ ഓഫ് ദ ട്രെയിൻ എനിവേ. എങ്ങനെയെങ്കിലും എന്നെ ട്രെയിനിൽ നിന്ന് പുറത്തിറക്കണമെങ്കിൽ എന്നെ വിളിച്ചുണർത്തണമല്ലോ, അങ്ങനെ ചെയ്യണം. ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും, എങ്കിലും എന്നെ വിളിച്ചുണർത്തണം എന്ന് പറയും. വെൻ മാർക്ക് ട്വെയിൻ വോക്ക് അപ്പ് ദ ട്രെയിൻ വാസ് ഓൾറെഡി ഇൻ പാരീസ്. ലാസ്റ്റ് ഇയാൾ വിളിച്ചൊന്നും വിടില്ല കണ്ടക്ടർ. മാർക്ക് ട്വെയിൻ തനിയെ എഴുന്നേൽക്കുമ്പോൾ ട്രെയിൻ എവിടെ എത്തിയിട്ടുണ്ടാവും? പാരീസിൽ എത്തിയിട്ടുണ്ടാവും. ദ ആംഗ്രി റൈറ്റർ റാൻ അപ് ടു ദ കണ്ടക്ടർ. അങ്ങനെ ഇയാൾ ദേഷ്യം വന്ന് കണ്ടക്ടറിൻ്റെ അടുത്ത് പോവും. എന്നിട്ട് പറയും ഐ ഹാവ് നെവർ ബീൻ സോ ആംഗ്രി ഇൻ ഓൾ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇത്രയധികം ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ കണ്ടക്ടർ വളരെ കാമായിട്ട് ശാന്തനായിട്ട് അയാളെ നോക്കും. എന്നിട്ട് പറയും യു ആർ നോട്ട് ഹാഫ് ആസ് ആംഗ്രി ആസ് ദ അമേരിക്കൻ ഹൂം ഐ പുട്ട് ഓഫ് ദ ട്രെയിൻ അറ്റ് ഡിജോൺ, ഹി സെഡ്. അപ്പോൾ എന്താ പറയുക, ഡിജോണിൽ വെച്ച് ഞാൻ ട്രെയിനിൽ നിന്ന് ഒരു അമേരിക്കക്കാരനെ എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്ത് ആക്കിയിട്ടുണ്ട്. അയാൾ ദേഷ്യപ്പെട്ടതിൻ്റെ പകുതി പോലും നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കോമഡി ആക്കും ആ കാര്യത്തിന് കേട്ടോ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ, ഹൂ ഡിഡ് ദ കണ്ടക്ടർ പുട്ട് ഓഫ് ദ ട്രെയിൻ, വൈ? ദ കണ്ടക്ടർ മിസ്റ്റേക്കൺലി, അതായത് ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് പകരം നമ്മൾ മാർക്ക് ട്വെയിനെ എഴുന്നേൽപ്പിച്ച് വിടുന്നതിന് പകരം കണ്ടക്ടർ ആരെയാണ്, ഒരു അമേരിക്കക്കാരനെയാണ് ഡിജോണിൽ എന്ത് ചെയ്തത്, പുറത്താക്കിയത്, ട്രെയിനിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് കേട്ടോ. ദ കണ്ടക്ടർ മിസ്റ്റേക്കൺലി പുട്ട് അനദർ അമേരിക്കൻ ഓഫ് ദ ട്രെയിൻ അറ്റ് ഡിജോൺ തിങ്കിങ് ഹി വാസ് മാർക്ക് ട്വെയിൻ. മാർക്ക് ട്വെയിൻ ആണെന്ന് തെറ്റിദ്ധരിച്ച് ഡിജോണിൽ ആരെ ഇറക്കി വിട്ടു, ഒരു അമേരിക്കക്കാരനെ ഇറക്കി വിട്ടു. അപ്പോൾ അയാൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ദ കൺഫ്യൂഷൻ ഹാപ്പൺ ബിക്കോസ് ട്വെയിൻ വാണ്ട് ദ കണ്ടക്ടർ ദാറ്റ് ഹി മൈറ്റ് പ്രോബബ്ലി protest loudly when he tried to wake him up. അടുത്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ വാസ് അപ്പാരൻ്റ്ലി എ ലേറ്റ് ടോക്കർ ആൻഡ് ഹിസ് parents were worried about his mental development. ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ വൈകി സംസാരിക്കാൻ തുടങ്ങിയ ഒരാളാണ്. അതായത് പെട്ടെന്ന് ചെറുപ്പത്തിൽ വളരെ പെട്ടെന്ന് സംസാരിച്ച ഒരാളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാരൻസിന് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മെൻ്റൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഭയങ്കര വറിയായിരുന്നു. അറ്റ് ലാസ്റ്റ് അറ്റ് സപ്പർ ടേബിൾ one night he broke his silence to say the soup is too hot. അപ്പോൾ ഒരു ദിവസം എന്ത് സംഭവിക്കുകയാണ്, ഒരു രാത്രി അത്താഴം കഴിക്കുന്ന ഡിന്നർ കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മൗനം, അതായത് സംസാരിച്ചു, സൂപ്പ് വളരെ ചൂടാണ് എന്ന് പറയും കേട്ടോ. The soup was too hot. Greatly relieved, his parents asked why he had never said a word before. അപ്പോൾ പാരൻസ് ചോദിക്കും എന്തുകൊണ്ട് മുമ്പ് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അപ്പോൾ ആൽബർട്ട് റിപ്ലൈ ചെയ്യും ബിക്കോസ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ് ടിൽ ടുഡേ. അപ്പോൾ എന്താ പറയണത്, ഇന്ന് എല്ലാം ശരിയായിരുന്നു, കാരണം ഇന്ന് വരെ എല്ലാം ശരിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് മാർക്ക് ട്വെയിൻ പറയണത് കേട്ടോ. വളരെ വൈകിയാണ് സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഈ സൂപ്പിൻ്റെ കാര്യം മാത്രമാണ് ആദ്യമായിട്ട് വായ തുറന്ന് പറയുന്നത്. എന്തുകൊണ്ട് മുമ്പൊന്നും സംസാരിച്ചില്ല ചോദിച്ചപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ റിപ്ലൈ ആയിരുന്നു കാരണം ഇന്ന് വരെ നടന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് നടന്നത്, അപ്പോൾ എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അതിലെ ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഡിഡ് ഇറ്റ് ടേക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ സോ ലോങ് ടു സ്പീക്ക്? ഡു യു തിങ്ക് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ് ടിൽ ഐൻസ്റ്റീൻ കംപ്ലൈൻറ്റ് അബൌട്ട് ദ സൂപ്പ്? ആൻസർ, everything was all right for young Albert Einstein until he found the soup too hot. അപ്പോൾ ഈ സൂപ്പ് വളരെ ചൂട് ആയിരുന്നു എന്ന് അതിന് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, കംപ്ലൈൻറ്റ് പറയേണ്ട ഒരു കണ്ടീഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് പറയണത്. ദിസ് ഇംപ്ലൈസ് he didn't speak because he had no reason to until that moment. It is interesting even as a child Einstein had a unique approach to communication. അപ്പോൾ ശരിക്കും ഒരു ചൈൽഡായിരിക്കെ ഐൻസ്റ്റീൻ ഇത്രയൊക്കെ ആലോചിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ആദ്യത്തെ, ട്രൈ ടു ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദി ഫോളോയിങ് ഫണ്ണി ക്വസ്റ്റ്യൻസ്, ദ പിക്ചേഴ്സ് മേ ഹെൽപ്പ് യു. നമുക്ക് ഇതിന് ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ് കണ്ടെയ്ൻസ് എ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ്? ആൻസർ സി ആണ്, SEAC കേട്ടോ. വൈ ആർ ഫിഷ് സോ സ്മാർട്ട്? They go to the best school. Group of fish is called school of fish. Third, why did the kid eat his homework? Answer, because the teacher said it was a piece of cake. Simple homework. 4, the more you take, the more you leave behind. What is it? Footsteps. 5, which building has a number of stories? A library.
6. Why is history a sweet subject? Because it's full of dates. 7. I have teeth but can't eat. Who am I? A comb. ചീർപ്പ് കേട്ടോ, നമ്മൾ തല ചെയ്തിരുന്ന ചീർപ്പ്. 8. What has a face and 2 hands but no arms or legs? A clock. 9. What goes up as soon as the rain comes down? Umbrella. 10. Which 2 words when combined hold a hoard of letters? Post office. 10 ഉണ്ട്. 10 ആൻസർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ബി, സിറ്റ് ഇൻ പെയേഴ്സ് ആൻഡ് ഫ്രെയിം അറ്റ്ലീസ്റ്റ് 2 ഫണ്ണി ട്രിക്കി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത് നമ്മളോട്, ഇതുപോലത്തെ ഫണ്ണി ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ 4 ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട്, 2 നമുക്ക് ആവശ്യമുള്ളൂ. വാട്ട് ഹാസ് കീസ് ബട്ട് can't open locks? A piano. I speak without a mouth and hear without ears. I have no body but I come alive with wind. What am I? An echo. What is full of holes but still holds water? A sponge. What can travel around the world while staying in a corner? A stamp. രണ്ടാമത്തെ ആക്ടിവിറ്റി, ഡു യു റിമെമ്പർ എനി ഫണ്ണി എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്? ഡിസ്ക്രൈബ് വൺ ഓഫ് ദം ബിലോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ എഴുതാനാണ്. നമുക്ക് നോക്കാം. വൺ ഡേ ഐ വാസ് പ്ലേയിങ് ഇൻ ദ പാർക്ക് വിത്ത് മൈ ഫേവറേറ്റ് ബോൾ. ഐ സോ എ സ്ക്വിറൽ വാച്ചിങ് മീ ഫ്രം എ ട്രീ. I thought the squirrel wanted to play. I decided to play with the squirrel. I picked up the ball and threw it gently towards the squirrel. I was surprised. The squirrel jumped in the air and landed right on top of the ball. The ball started rolling with the squirrel hanging on. I ran after them, laughing the whole way. When I finally caught up, the squirrel jumped off and scampered away up a tree. And from that day on, whenever I saw a squirrel, I remembered his funny adventure in the പാർക്ക്. ഇത് തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് വേറെ എക്സ്പീരിയൻസ് എഴുതാവുന്നതാണ്. തേർഡ്, there are many popular jokes in your mother tongue. They are often published in magazines or journals. There are many such jokes in movies too. Collect some of them, present them in your class. Try to translate one of them into English. അപ്പം നിങ്ങളുടെ മദർ ടങ്ങിൽ ഏതെങ്കിലും ഒരു ജോക്ക് എടുക്കുക, ആ ജോക്കിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പോലീസുകാരൻ സ്ത്രീയോട്, നിങ്ങളുടെ കുഞ്ഞിനെ മോഷ്ടിച്ച സ്ത്രീയെ ഓർമ്മയുണ്ടോ? സ്ത്രീ, മുഖം ഓർമ്മയില്ല, പച്ച ഷിഫോൺ സാരിയാണ് ധരിച്ചിരിക്കുന്നത്, കയ്യിൽ ഡയമണ്ട് പതിച്ച വളയുണ്ടായിരുന്നു, ഒരു ഗോൾഡൻ വാച്ചും. കോമഡിയാണ്. അപ്പോൾ പോലീസ് ടു വിമൺ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണു. ഡു യു റിമെമ്പർ ദ വിമൺ ഹു സ്റ്റോൾ യുവർ ബേബി? വിമൺ, ഐ ഡോണ്ട് റിമെമ്പർ ദ ഫേസ്. ഷി വോർ എ യെല്ലോ ഷിഫോൺ സാരി. ഷി ഹാഡ് എ ഡയമണ്ട് സ്റ്റഡഡ് ബ്രേസ്ലെറ്റ് ഓൺ ഹർ ഹാൻഡ് ആൻഡ് എ ഗോൾഡൻ വാച്ച്. അടുത്തത് 4ാമത്തെ ആക്ടിവിറ്റി, ലുക്ക് അറ്റ് ദ ഫോളോയിങ് കാർട്ടൂൺ സ്ട്രിപ്സ് ആൻഡ് സേ വാട്ട് ഡു യു തിങ്ക് ഓഫ് ദം, ഡെവലപ്പ് സ്റ്റോറീസ് ഫ്രം ദം. നമുക്കവിടെ ഒരു കാർട്ടൂൺ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കണം. അപ്പം നിങ്ങൾ ഈ കാർട്ടൂൺ നോക്കുക, ഞാൻ സ്റ്റോറി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, സ്റ്റോറി ഞാൻ പറയാം. നമ്മളുടെ കഥയാണ്. ഞാൻ അർജുൻ എന്ന് പേരിട്ട കുട്ടിക്ക്. അർജുൻ വാസ് ടയേർഡ് ഓഫ് ഫീലിംഗ് വീക്ക്. ഹി ആസ്ക്ഡ് ഹിസ് എസെൻട്രിക് ഡോക്ടർ, എ മാൻ നോൺ മോർ ഫോർ ഹിസ് വൈൽഡ് എക്സ്പെരിമെൻറ്റ്സ് ദാൻ ജെന്വിൻ മെഡിസിൻ, ഫോർ സംതിങ് ടു മേക്ക് ഹിം സ്ട്രോങ്ങർ. ദ ഡോക്ടർ വിത്ത് എ വിങ്ക് ഗേവ് ഹിം എ സ്മോൾ ബോട്ടിൽ ഓഫ് സ്ട്രേഞ്ച് ബ്രൈറ്റ്ലി കളേർഡ് pills and said, take one of these every day for 6 months and you will see the results. Arjun diligently followed the instructions, taking the pills for half a year. He didn't feel any more muscular or energetic. Still, he decided to try the bottle the doctor had given him the pills in. To his astonishment, when he tried to open it, the lid, which had always been incredibly tight, came off with surprising ease. Excited, he tried the lids of other stubborn jars in his kitchen. The jam jar lid, it popped open. The pickle jar, it twisted off in seconds. The medicine bottle he struggled with previously, it was now as simple as unscrewing a cap from a water bottle. He rushed back to the doctor, not to complain but to show him. Doctor, he exclaimed, holding up the now empty pill bottle, I didn't get any stronger in the way I expected, but I can open anything. The doctor chuckled. Ah yes, he said, I forgot to mention the side effect. The pills didn't give you muscle, they just gave you the grip strength of a gorilla. It's the most useful form of strength, isn't it? Arjun, the man who couldn't open his own medicine, had become the neighborhood's go-to for opening stubborn lids, all thanks to 6 months of the doctor's strange strength pills. Okay, അപ്പോൾ ഇത് ഒരു സ്റ്റോറിയാണ്. ഇതിൽ പറയുന്നത് പറയാം. ക്യാൻ യു ഗിവ് മീ സംതിങ് ടു മേക്ക് മീ സ്ട്രോങ്ങർ? ഈ പയ്യൻ
അവൻ സ്ട്രെങ്തൻ ആവാൻ, അതായത് സ്ട്രോങ്ങർ ആവാൻ വേണ്ടി മെഡിസിൻ ചോദിച്ചു പോവാണ്. ടേക്ക് 1 of these every day for 6 months. അപ്പോൾ ഇദ്ദേഹം ഡോക്ടർ 6 മാസം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുളിക കൊടുക്കുന്നുണ്ട്, ഓരോ ദിവസവും കഴിക്കാൻ പറയും. അപ്പോൾ അവൻ കഴിക്കും കുറേ, പക്ഷെ അവന് സ്ട്രെങ്ത് ഒന്നും കൂടില്ല അല്ലേ. ഡിഡ് യു ഗെറ്റ് എനി റിസൾട്ട്സ് ഫ്രം ദ പിൽസ് ഐ ഗേവ് യു? അപ്പോൾ പിന്നീട് അവൻ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും സ്ട്രെങ്ത് കിട്ടിയോ ചോദിക്കും ഡോക്ടർ. നൺ അറ്റ് ഓൾ. ഡിഡ് യു നോ ദാറ്റ് യു കാൺട്ട് ഗെറ്റ് ദ ലിഡ് ഓഫ്? ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ പറയുന്നത് ഡിഡ് യു ഗെറ്റ് എനി റിസൾട്ട്സ് ഫ്രം ദ പിൽസ് ഐ ഗേവ് യു? ഞാൻ തന്ന മെഡിസിൻസ് അല്ലെങ്കിൽ ഗുളിക കഴിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ, ഫലം കിട്ടുമോ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. ഡിഡ് യു നോ ദാറ്റ് യു കാൺട്ട് ഗെറ്റ് ദ ലിഡ് ഓഫ് എന്ന് പറയും. മൂടി തുറക്കാൻ പോലും പറ്റുന്നില്ല, നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റോറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറി നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഒരു പിക്ചർ സ്റ്റോറിയും കൂടി ഉണ്ട്. ഒരു സോഷ്യൽ മീഡിയ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പിക്ചർ സ്റ്റോറിയാണ്. ഒരു പെൺകുട്ടി ലാപ്പുമായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ പിക്ചർ സ്റ്റോറി നോക്കാം. Once there was a person who spent all their time indoors scrolling through social media. They found themselves becoming increasingly grumpy as the constant stream of information and comparisons left them feeling drained. Reading social media all day makes me grumpy, they sighed to themselves, staring at their laptop screen. Their mother, noticing their mood, suggested a change of scenery. Why don't you go out for a change? She asked gently from the doorway. The person reluctantly agreed, grabbing their laptop and heading outside. However, the change of location didn't bring the expected change in behavior. They sat down under a tree in the park, still glued to their screen. The bright sunlight, which should have been a welcome change, only served as a new source of frustration. Just as I thought, they grumbled glare on my screen. The person realized that the problem was not their location, but their inability to disconnect from the digital world and truly experience the world around them. The beautiful park, the fresh air, and the rustling leaves were all lost to the glow of the screen. ഓക്കെ, അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നമാണ് ഇവിടെ പറയുന്നത്. അഡിക്റ്റഡ് ആണ് ആ കുട്ടി ആ ലാപ്ടോപ്പുമായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.